പരിപാടി ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ധ്വനി 2026. അപ്പോൾ ഒരു വർഷത്തെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളും കായിക പ്രകടനങ്ങളുടെ നേട്ടങ്ങളും കൂടെ ഇവിടെ ആഘോഷിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികളെ സജ്ജമാക്കിയിട്ടുള്ള നമ്മുടെ ടീച്ചർമാർക്കും HMനും അതുപോലെ രക്ഷിതാക്കളും അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ അത്തരം ആൾക്കാരെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ആശംസിക്കുകയാണ്. കൂടാതെ ഇന്ന് ഈ ഒരു വാർഷികത്തിൻ്റെ സമയത്ത് കുട്ടികൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിലൂടെ അവരെ ആത്മവിശ്വാസം കൂടി വളർത്തിയെടുക്കാൻ സഹായിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. കൂടാതെ ഞാൻ പ്രിപ്പയർഡ് അല്ലാതെ ഒരു കഥ പറയാൻ തീരുമാനിച്ചു. വാർഷികമായിട്ടാണ് ഇവിടെ LKG-കാരുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കുറച്ചധികം സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രിപ്പയർഡ് ഒന്നുമല്ല. എൻ്റെ ഓർമ്മയിലുള്ള കഥ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇത് എപ്പോഴും ഓർമ്മയിൽ കിടക്കുന്നൊരു സ്റ്റോറിയാണ്. അത് പറയാൻ ചിലപ്പോൾ തലയിൽ പറയുന്നുണ്ടാവില്ല, ബാക്കിയുള്ള കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പണ്ട് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നുള്ളൊരു കഥയാണ്. സംഭവം എന്താ വെച്ചാൽ ഒരു മരപ്പണിക്കാരൻ്റെ കഥയാണ്. മരപ്പണിക്കാരനും ഒരു ഭാര്യയ്ക്കും ഒരു ഗ്രാമത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു കുട്ടി ജനിച്ചത്. അപ്പോൾ കുട്ടീനെ ഒരു 5 വയസ്സോ 4 വയസ്സ് അംഗനവാടി പോകുന്ന കാലത്തോളം ഒരു നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്തി, നമ്മളെ പോലെയല്ല, എന്നെപ്പോലെ ഒന്നും വല്ലാണ്ട് ചീത്തയൊന്നും പറയാത്ത രീതിയിലാണ് അവർ വളർത്തിയത്. അങ്ങനെ കുട്ടി സ്കൂളുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ കുരുത്തക്കേടുകൾ ബാക്കിയുള്ള, അതായത് ആ കുട്ടിയെ സംബന്ധിച്ച് കുട്ടീൻ്റെ ചുറ്റുപാടുകളുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ അവരിങ്ങനെ ഈ പ്രശ്നം വീട്ടുകാരോട്, അതായത് അമ്മ അച്ഛനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. നിങ്ങളെ മോനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഈ അച്ഛന് വല്ലാത്ത വിഷമവും ദേഷ്യമൊക്കെ വന്നു. അപ്പോൾ ഈ അച്ഛന് ദേഷ്യം വന്ന സമയത്ത് അച്ഛൻ അടിക്കൊന്നും ചെയ്തില്ല, കുട്ടീനെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ ചീത്ത പറയുമ്പോൾ ആ കുട്ടിക്ക് ആദ്യമായിട്ടാണ് അച്ഛനോട് ഈ ചീത്ത കേൾക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് വിഷമമായതുകൊണ്ട് എന്ത് ചെയ്ത് 2-3 ദിവസം നല്ല കുട്ടിയിട്ട് നിന്നു. പിന്നെ വീണ്ടും തിരിച്ച് ഓൻ്റെ പ്രവർത്തനങ്ങളിലേക്കെല്ലാം പോയി. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വളരെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ ഈ ആ പലക ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അവിടെ ആ മരപ്പണിക്കാരനായതുകൊണ്ട് അച്ഛൻ ഇവൻ ഓരോ തെറ്റ് ചെയ്യുന്ന സമയത്തും ഈ മരത്തിൻ്റെ മുകളിൽ ഓരോ ആണികൾ കറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്നുവെച്ചാൽ ഇവൻ്റെ ഈ അച്ഛനെ സംബന്ധിച്ച് കുട്ടീൻ്റെ അടുത്ത് ലാസ്റ്റായിട്ട് ചീത്ത പറഞ്ഞതാണ്. ഇനി ചീത്ത പറയില്ല എന്നുള്ളൊരു തീരുമാനം അച്ഛൻ എടുത്തിരുന്നു. പക്ഷേ കുട്ടീനെ സംബന്ധിച്ച് അതൊന്നല്ല. അപ്പോൾ ആ പലക കണ്ടപ്പോൾ കുട്ടിക്ക് വിഷമം, ഇതെന്താണ് നിറച്ചൊരു ഭംഗിയില്ലല്ലോ. അങ്ങനെ ഇവനെന്താക്കി, പിന്നീട് കുറച്ച് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ ഇപ്പോൾ നല്ല കുട്ടിയാണല്ലോ, ആരും എന്നെ പറ്റിയൊന്നും ഇങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ലല്ലോ, ഈ പലക ഇവിടുന്ന് ഉപേക്ഷിച്ചൂടെയും ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട, ഉപേക്ഷിക്കാനല്ലത്, ഇനി ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇന്ന് ഓരോ ആണി ഞാൻ പറിച്ചോളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഈ ആണി അടിച്ച പലക കാണുമ്പോഴാണല്ലോ വിഷമം. അപ്പോൾ ഒക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിന്ന് ഓരോ ആണി അച്ഛൻ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് എടുത്തു കളഞ്ഞു. അങ്ങനെ കുട്ടി പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ നല്ല കുട്ടി, അതായത് കുറേ കാലങ്ങൾ അതൊരു സ്വിച്ചിട്ട പോലെയുള്ള ഒരു പ്രവൃത്തിയല്ലായിരുന്നു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പലകയിൽ നിറയെ തുളകളുണ്ടാവും അല്ലേ. സ്വാഭാവികമായിട്ടും ഒരു പലകയിൽ ആണികൾ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന തുള ആണി എടുത്തു കളഞ്ഞാലും ഉണ്ടാവില്ലേ. അപ്പോൾ കുട്ടീനോട് അച്ഛൻ പറഞ്ഞു, മോനെ നീ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ഒരു വാക്കോ അല്ലെ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ലത് ചെയ്തിട്ടും കാര്യമുണ്ടോ? ഇല്ല. അതേപോലെയാണ് ഈ പലക നിന്റെ ജീവിതത്തിൽ എന്നും ഓർമ്മ ഉണ്ടാക്കണം. നമ്മൾ ഓരോ വാക്കുകളാണ് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക. അത് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കഥയുടെ അർത്ഥം എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും, കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു കഥയുടെ രൂപത്തിൽ ഇത് കുട്ടികളിൽ അവതരിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരുന്നു. കാരണം എനിക്കിപ്പോഴും ആ ഒരു കഥ ഓർമ്മ ഉള്ളത് കൊണ്ട് നമ്മളെ മക്കൾക്കും ഈ ഒരു കഥ ഓർമ്മ ഉണ്ടാവും.
അപ്പോൾ ഇത് പ്രിപ്പയർ ആവാണ്ട് പറഞ്ഞതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. കൂടാതെ ലാസ്റ്റ് വാക്കുകൾ ചുരുക്കുകയാണ്.